ഉപയോഗിക്കും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവർ കോടതിയിൽ ഉന്നയിച്ചു. പക്ഷേ ഏതായാലും അരവിന്ദ് കെജ്രിവാളിന് അതൊക്കെ മറികടന്നുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. ഇതിൻ്റെ ഇടയിലൂടെ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ അനുവദിക്കണം, അതുപോലെ ഇദ്ദേഹത്തിന് പിന്നെ BJP അധ്യക്ഷൻ സമ്മർദ്ദത്തിലാക്കരുത് എന്നൊക്കെ ആവശ്യവുമായി കോടതിയെ സമീപിച്ച ഒരു ഹർജിക്കാരനെ കോടതി വളരെ രൂക്ഷമായി വിമർശിച്ചു. നമുക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചത് മറ്റൊന്നുമല്ല, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തനിക്കുണ്ട് എന്നും താൻ എല്ലാ ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരും എന്നുമാണ് നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചുകൊണ്ട് കെജ്രിവാൾ പറഞ്ഞത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നുമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് അദ്ദേഹം ഉള്ളത്. മാതാപിതാക്കളെ കൂടി ഇന്ന് തന്നെ കാണും എന്നും അറിയിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ ഒന്ന് നമുക്ക് കേട്ട് തിരിച്ചു വരാം. मैंने कहा था ना मैं जल्दी आऊंगा, मैंने कहा था ना जल्दी आऊंगा, आ गया। सबसे पहले मैं हनुमान जी के चरणों में वंदना करना चाहता हूँ। हनुमान जी के आशीर्वाद से, हनुमान जी के आशीर्वाद से आज मैं आप सब लोगों के बीच में हूँ। मैं आप सब लोगों का शुक्रिया अदा करना चाहता हूँ। सबको मिलके देश को तानाशाही से बचाना है। അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം തൻ്റെ വാഹനത്തിൽ നിന്ന് തടിച്ചുകൂടിയ പ്രവർത്തകരോട് സംസാരിച്ചതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. ആവേശത്തിനൊട്ടും കുറവില്ലല്ലേ? ഏതാണ്ട് 20 ദിവസത്തോളം ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങുന്ന കെജ്രിവാൾ. അതെ, അത് മാത്രമല്ല, അദ്ദേഹം ഒരു ഇപ്പോൾ BJP വക്താവ് ഷാസിയ ഇൽമി പറഞ്ഞ പോലെ അദ്ദേഹം ഒരു വിക്ടിം കാർഡ്, ഒരു ഇരവാദം ഇവിടെ കാണിക്കും എന്നവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ആ ഇരവാദത്തിനപ്പുറത്തേക്ക് അദ്ദേഹം ആ ഒരു ജയിൽ മോചിതനാകുന്നു എന്ന ഒരു സാഹചര്യത്തെ വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കി അദ്ദേഹം ഉപയോഗിക്കുന്നു. അതുപോലെ പഞ്ചാബ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ തിഹാർ ജയിലിൽ കാണാനെത്തുന്നു. ഒപ്പം തന്നെ പല രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന് അനുകൂലമായി ഉള്ള പ്രസ്താവനകളുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷിബു സൊറൻ്റെ നാട്ടിൽ നിന്ന്, അതായത് നമ്മുടെ കൽപ്പന സൊറൻ എത്തിയിരിക്കുന്നു. കൽപ്പന സൊറൻ ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ജയിൽ മോചിതനായി എന്നത് അത് ഒരു ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു നീക്കമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ AAP പ്രവർത്തകർ വലിയ ആവേശത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. AAP നേതാക്കളായ ഈ സൗരഭ് ഭരദ്വാജ് പറഞ്ഞത് അത് ഇനി ഇന്ത്യ മുന്നണിയുടെ ഈ പോരാട്ടങ്ങളിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും അരവിന്ദ് കെജ്രിവാൾ. ആ ഇൻട്രീം ബെയിൽ അതിന് ഉപയോഗിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ശരത് പവാറും ഈ ബെയിലിനെ സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളുമായി എത്തിയിരിക്കുന്നു. മമതാ ബാനർജി തൻ്റെ പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ബെയിൽ ഓർഡറിനെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമായാണ് നേതാക്കൾ കാണുന്നത്. ശരത് പവാറും ഈ ബെയിൽ ലഭിച്ചു എന്നതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇത് സത്യത്തിൻ്റെ ജയമാണ് എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് കുറിച്ചിരിക്കുന്നത്. അതുപോലെ ഈ AAP നേതാവ് ഗോപാൽ റായ് പറഞ്ഞിരിക്കുന്നത് അത് വലിയ പ്രതീക്ഷയാണ് ഈ കോടതി വിധികൾ തങ്ങൾക്ക് നൽകുന്നത്. സോറൻ, നമുക്കറിയാം സോറൻ ജയിലിലാണ്. സോറനും
പുറത്തിറങ്ങും ഇതേ തരത്തിൽ എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം. അപ്പം ഇന്ത്യ മുന്നണിക്ക് വലിയ ആവേശമായി ഈ കെജ്രിവാളിൻ്റെ പോരാട്ടം അത് തുടരുമെന്നുള്ളതാണ്. കാരണം അടുത്ത ദിവസങ്ങളിലൊക്കെ വലിയ കൂറ്റൻ റാലികൾ ഒരു പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ, തെരഞ്ഞെടുപ്പ് അടക്കം സംസ്ഥാനങ്ങളിൽ ആസൂത്രണം ചെയ്തേക്കാം. അവിടെയൊക്കെ കേന്ദ്രബിന്ദു സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാൾ തന്നെ ആയിരിക്കും. അല്ലാതെ അവർക്ക് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാളും മോദിയോട് ഫൈറ്റ് ചെയ്യാൻ മുന്നിൽ നിർത്താൻ പറ്റുന്ന നേതാവ് എന്ന തരത്തിൽ കൂടി കെജ്രിവാളിനെ വിലയിരുത്തണം. മാത്രമല്ല അദ്ദേഹം ഒരു എമർജിംഗ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ലീഡർ എന്നാണ്. കാരണം മറ്റ് പാർട്ടികൾ പലതും ഇപ്പോൾ CPM ഒക്കെ അവരുടെ നിലപാടൊക്കെ BJPക്കെതിരെ പറയുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ വോട്ട് ഷെയർ താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതേസമയം AAP ഒരു ഗ്രോയിങ് പാർട്ടി എന്ന നിലയിൽ അവർ ഡൽഹിയിൽ കഴിഞ്ഞു. അവിടെ അവരുടെ ഒരു ആധിപത്യം ഉറപ്പിച്ചു. അസംബ്ലിയിൽ പഞ്ചാബിലേക്ക് വരുന്നു, ഗോവയിൽ അവർക്ക് സാന്നിധ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നേതൃത്വം എന്ന നിലയിൽ അവർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണിയിലെ ഒരു മേജർ ഡിസിഷൻ മേക്കറിൽ ഒരാൾ എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ബൃന്ദ കാരാട്ടും ഇത് EDയുടെ മുഖത്തേറ്റ കനത്ത അടിയാണ് എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അതേസമയം ഇത് അഴിമതിയുടെ ഒരു നോവലിലെ പുതിയ അധ്യായമാണ് എന്നാണ് ഈ രാജ്യത്ത് അഴിമതിയിൽ സംബന്ധിച്ചുള്ളതിൽ ഒരു പുതിയ അധ്യായം എഴുതുകയാണ് ഈ വിധിയോടുകൂടി കെജ്രിവാൾ ചെയ്യുന്നത് എന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി നൽകിയിരിക്കുന്നു. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരണം നൽകുമ്പോൾ അവിടുത്തെ മന്ത്രി അതിഷി പറഞ്ഞിരിക്കുന്നത് ഇത് ജനാധിപത്യത്തിൻ്റെ സത്യത്തിൻ്റെ ഒരു വിജയം ആണ് എന്ന് ഉള്ള തരത്തിൽ അതിനെ AAP വിലയിരുത്തുകയും. അപ്പോൾ മെയിൻ ഫോക്കസ് വാർത്താ കേന്ദ്രം നാളിതുവരെ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുമായാണെങ്കിൽ അവിടെ നിന്ന് വാർത്താ കേന്ദ്രമായി അരവിന്ദ് കെജ്രിവാൾ മാറുന്നു എന്നതാണ് ഈ സാഹചര്യത്തിലെ തീർച്ചയായും. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. നേരത്തെ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിക്ക് ഏറെ ശക്തിയുള്ള സംസ്ഥാനങ്ങളായ ഡൽഹിയിലും പഞ്ചാബിലും. ഡൽഹിയിൽ മെയ് 25-നാണ് വോട്ടെടുപ്പ്. ജൂൺ 1-ന് പഞ്ചാബിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. രണ്ടിടത്തും പ്രചരണത്തിൻ്റെ കുന്തമുന വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ആകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം മറ്റൊന്നുമല്ല, കെജ്രിവാളിനെ മുന്നിൽ നിർത്തുക സുപ്രീം കോടതിയുടെ അടക്കം ചില നിർദ്ദേശങ്ങളുണ്ട് എങ്കിൽ പോലും, കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും കെജ്രിവാളിന് പ്രചരണ രംഗത്ത് സംസാരിക്കാൻ അനുവാദമില്ല. ഒപ്പം മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കാനാവില്ല. സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശനമില്ല. ഒപ്പം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പ്രവേശനമില്ല. അത്തരത്തിൽ വലിയ കടുത്ത നിയന്ത്രണങ്ങളിലാണ് കെജ്രിവാൾ വരുന്നത് എങ്കിൽ പോലും പുറത്തുള്ള കെജ്രിവാൾ സ്വാഭാവികമായും തിഹാർ ജയിലിലുള്ള കെജ്രിവാളിനേക്കാളും കരുത്തനാണ്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം മുഖ്യമന്ത്രി എന്ന നിലയിൽ ദൗത്യങ്ങൾ നിർവഹിക്കുക എന്നൊന്നുമല്ല, പ്രചരണത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നിയന്ത്രണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ആവശ്യം പ്രചരണത്തിന് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നു എന്നിടത്ത് അദ്ദേഹത്തിനൊരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കം ദിവസങ്ങൾ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 10-11 തീയതി ആകുന്നു, 10 ആകുന്നു. 25-ാം തീയതിയാണ് ഇലക്ഷൻ. സ്വാഭാവികമായും 2 ആഴ്ചയോളം അദ്ദേഹത്തിന് വിശാലമായി ലഭിക്കും. 20 ദിവസം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു ഇൻട്രീം ഓർഡർ എന്നല്ല. അപ്പോൾ 2-ാം തീയതി അദ്ദേഹത്തിന് തിരിച്ച് പോയാൽ മതി. അതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന് ED തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. ഈ കെജ്രിവാൾ പുറത്തു വന്നാലുള്ള അപകടം ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന പാർട്ടികളൊന്നാണ് BJP. EDയും ശക്തമായി തന്നെ ആ വാദം മുന്നോട്ട് വച്ചിരുന്നു. ഇടയ്ക്ക് ED ഒന്ന് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില വാദമുഖങ്ങൾ നിർത്തിയെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ ഇന്നത്തെ വാദത്തിലും ആ തരത്തിൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ്. പക്ഷേ കെജ്രിവാളിൻ്റെ തിരിച്ചടി മറ്റൊന്നുമല്ല, ഈ പ്രചരണ രംഗത്ത് ഇത് ഉപയോഗിക്കരുത് എന്നുള്ളതും മുഖ്യമന്ത്രി കോടതി പറഞ്ഞ പ്രത്യേകമായ പരാമർശമുണ്ട്. അതായത് ഇത് ഡൽഹി മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചാൽ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വിപരീത ഫലമുണ്ടാക്കും എന്നുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത് കെജ്രിവാളിന് തിരിച്ചടിയാണ്. ശക്തമായി വാദിച്ചിരുന്നു അഭിഷേക് മനു സിംഗ്വി അവിടെ കോടതിയിൽ. ഇതിൽ നമ്മളിപ്പോൾ ഒരു ലീഗൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു തവണ ജാമ്യം കിട്ടിയാൽ പിന്നെ വീണ്ടും ജാമ്യത്തിനുള്ള സാധ്യത കുറെ കൂടി എളുപ്പമാണ്. രഞ്ജിത്ത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു പക്ഷേ കൂടുതൽ അതറിയാമായിരിക്കും. അല്ലെങ്കിൽ ഒരു തവണ ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ആ സ്വാഭാവികമായും ഇനി ദീർഘനാൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നൊരു പ്രതീക്ഷ കൂടി ആളുകൾക്ക് ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ ഇനി പ്രചരണത്തിൻ്റെ മുൻപന്തിയിലുണ്ടാകും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ BJPയും അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചായിരിക്കും ആരോപണങ്ങൾ പ്രധാനമായും ഉന്നയിക്കുക. ഒരുപക്ഷെ അത് ഏത് തരത്തിൽ ഇതിനെ ബാധിക്കുമെന്നുള്ളത് ഇത് കോൺഗ്രസിനെ അത് മങ്ങലേൽപ്പിക്കുമോ അതോ കോൺഗ്രസിന് കൂടുതൽ ഊർജം പകരുമോ? അതുപോലെ ഇപ്പോൾ ബൃന്ദ കാരാട്ടൊക്കെ ഇത് അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇടത് കക്ഷികൾക്കൊക്കെ അത് അവരിലേക്ക് കുറെ കൂടി ഊർജം എത്തിക്കുമോ എന്നുള്ളതൊക്കെയാണ് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21-ാം വയസ്സിൽ
life is settled. and Jain deemed to be University, Kochi. Be the change. Be the future. With Jain deemed to be University, Kochi. Political Grand Finale. Co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21 വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change. Be the future. With Jain deemed to be University, Kochi. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം അല്ലെ? അല്ല, ഇതിലിപ്പോൾ വേറൊരു രസകരമായ ഒരു സംഭവം വന്നിട്ടുള്ളൂ. BJP ഈ വിഷയത്തിൽ അവരുടേതായ ഒരു ഡിഫൻസ് അവരും ഇറക്കി തുടങ്ങുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അതെടുത്ത് നോക്കുന്നത് ഫെബ്രുവരി 4, 2023 അന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. ആ പത്രക്കുറിപ്പിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ED ഇത് കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഈ മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണ് എന്ന് വ്യക്തമായിരിക്കുന്നു എന്നാണ് അന്ന് കോൺഗ്രസ് പറഞ്ഞത്. കോൺഗ്രസ് അങ്ങനെ ആദ്യം അറസ്റ്റ് ആവശ്യപ്പെട്ടതും കോൺഗ്രസ് ആണ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ഉടനെ രാജി വെക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. മനീഷ് സിസോദിയും സത്യേന്ദ്ര ജെയിനും ഒക്കെ ഇതുമായി ബന്ധമുണ്ട് എന്നും ഈ പണം ഗോവ തെരഞ്ഞെടുപ്പിനാണ് തയ്യാറാക്കിയത് എന്നും ഇവർ വാർത്താക്കുറിപ്പിൽ പുറത്തുവിട്ടിരുന്നു. അത് മാത്രവുമല്ല, മറ്റൊരു കാര്യം അവർ എടുത്തു ചോദിക്കുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന വലിയ ഒരു പോരാട്ടത്തിലൂടെയാണ് ശ്രദ്ധേയനായത്. അന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു ഈ ലോക്പാലും ഇതൊക്കെ. ഇപ്പം ഇവർ ചോദിക്കുന്ന ലോകായുക്ത എവിടെ, ലോക്പാൽ എവിടെ, ഈ അഴിമതി സംബന്ധിച്ചുള്ള രാഷ്ട്രീയക്കാരുടെ പ്രശ്നങ്ങൾ നോക്കേണ്ട ലോകായുക്തയും ലോക്പാലും എവിടെ എന്ന ചോദ്യം കൂടി പിന്നെ ഉന്നയിക്കുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് ഇത്തരം ആരോപണങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസിന്റെ DCC അവിടുത്തെ അധ്യക്ഷൻ തന്നെ രാജിവെച്ച് BJP-യിൽ പോകുന്ന പശ്ചാത്തലം ഉണ്ടായ സാഹചര്യമുണ്ട്. ആം ആദ്മിയുമായി ബന്ധത്തിന്റെ പുറത്താണ്. പവൻ ഖേരെ പോലെയൊക്കെയുള്ള വക്താക്കൾ പോലും അത്തരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തന്നെ എതിർപ്പുണ്ട് അല്ലെ, ആം ആദ്മിയുമായി ഉള്ള. അതുകൊണ്ട് മാത്രമല്ല, ഇതിന് ആം ആദ്മിക്ക് അകത്ത് തന്നെ ആളുകൾ രാജിവെച്ച് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇത് ആം ആദ്മി അഴിമതിക്കെതിരെ ഉള്ള നിലപാടുള്ള ഒരു പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ, പക്ഷേ അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ വരുന്നത് ആം ആദ്മി പാർട്ടി ഇനി എങ്ങനെ അതിനെ അതിജീവിക്കും, തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്രമാത്രം താരമാകാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയും എന്നതൊക്കെയാണ് ഇനി നമ്മൾ. എന്നാലും 7 സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്. 7 സീറ്റുകളിൽ 7ഉം കഴിഞ്ഞ തവണ വിജയിച്ച BJP ഇത്തവണ ഒന്ന് കളം മാറ്റി ചവിട്ടി പുതുമുഖങ്ങളെ അടക്കം പരീക്ഷിച്ചുകൊണ്ടാണ്. ഗൗതം ഗംഭീറിന് പോലും അവിടെ സീറ്റ് നൽകിയില്ല. പ്രധാനപ്പെട്ട പുതുമുഖങ്ങളെ അടക്കം അവിടെ പരിഗണിച്ചുകൊണ്ടാണ് BJP പോർ നേരിടുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം. മറുവശത്ത് ആം ആദ്മിയുടെ ഭാഗത്തു നിന്നും ശക്തമായ പോരാട്ടമുണ്ട്. കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ ഈ പറഞ്ഞതുപോലെ പ്രചരണത്തിൽ പോലും ഒപ്പം സീറ്റ് വിഭജനത്തിൽ പോലും കൃത്യമായി തന്നെ ചില സ്ട്രാറ്റജികൾ മുന്നോട്ട് വെച്ച് തന്നെയാണ്. 4 സീറ്റ് ആം ആദ്മിയും 3 സീറ്റ് കോൺഗ്രസും മത്സരിക്കത്തക്ക രീതിയിൽ സ്മൂത്തായി ഇത്തരം കാര്യങ്ങൾ നടത്തി. അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ. मैं तन मन धन से उसके खिलाफ संघर्ष कर रहा हूं, पर 140 करोड़ लोगों को मिलकर इस तानाशाही को हराना होगा. मैं लोगों से अपील करता हूं कि हमें सबको मिलकर देश को बचाना है. कल सुबह 11 बजे हनुमान जी का आशीर्वाद लेने के लिए हम सब लोग हनुमान मंदिर जाएंगे कनॉट प्लेस में. मैं सभी लोगों से अपील करता हूं कि सब लोग आएं, सब लोग हनुमान जी का आशीर्वाद लेंगे सर. कैंपेन और 1 बजे पार्टी ऑफिस जाएंगे. पार्टी ऑफिस में प्रेस कॉन्फ्रेंस होगी और कल शायद साउथ दिल्ली में रोड शो है. उस रोड शो में पार्टिसिपेट करूंगा भगवंत मान साहब के साथ. ഏതായാലും വലിയ ആഘോഷ പ്രകടനങ്ങളിലാണ് ആം ആദ്മി പ്രവർത്തകർ ഡൽഹിയിലുടനീളം എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് പോലുമുള്ള
ആം ആദ്മി പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട് പ്രചരണവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത അടക്കമുള്ളവരാണ് അവിടെ പ്രചരണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന പ്രധാന നേതാവിനെയും അവിടെ ആം ആദ്മിക്ക് കിട്ടിയ പശ്ചാത്തലം അത് ആഘോഷിക്കുകയാണ് ആം ആദ്മി പ്രവർത്തകർ. നാളെ അവർ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പിന്നീട് പാർട്ടി ഓഫീസിലേക്ക് പോയി പ്രചരണം നടത്തുന്നു. BJP അവിടെ ഇത്തവണ ഈ പഴയ സുഷമ സ്വരാജിൻ്റെ ഒരു ക്ലൗട്ട് ഉണ്ടല്ലോ, അത് സുഷമ സ്വരാജിന് ഒരു ഡൽഹിയിൽ ഒരു 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 മികവുണ്ട്, അവർക്ക് പിന്തുണയൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മകളെയൊക്കെ ഇത്തവണ രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. ബൻസുരി സ്വരാജ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ BJPയെ കുറെ കൂടി ശക്തമായി എതിർക്കാനൊക്കെ ഉള്ളൊരു പദ്ധതി ഏതായാലും അദ്ദേഹം നാളത്തെ പത്രസമ്മേളനത്തിൽ എന്താണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വളരെ സഗൗരവം കാത്തിരിക്കേണ്ട ഒന്നാണ്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു ചില വാർത്തകളിലേക്ക് വരണം. അത് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു പ്രസ്താവന അല്ലേ, കോൺഗ്രസിനെ പോലും വെട്ടിലാക്കിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് BJP വലിയ ആയുധമാക്കിയിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വലിയ ചർച്ചയായ ഒന്നാണ്. അതിലേക്ക് വരാം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയായത് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ ഒരു വിവാദ പ്രസ്താവനയാണ്. അത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്: പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്നും അല്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കും എന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു വെക്കുന്നു. ഇതിന് മറുപടിയായി BJP പറഞ്ഞത് കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രേമം അവസാനിക്കില്ല എന്നായിരുന്നു BJPയുടെ വിമർശനം. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിലാണ് കഴിയുന്നതെങ്കിലും അവരുടെ ഹൃദയം പാകിസ്ഥാനിലാണ് അല്ലേ. പക്ഷേ മണിശങ്കർ അയ്യർ പിന്നീട് വിശദീകരിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രസ്താവനയാണ്, അത് കുറച്ചു കാലം മുമ്പുള്ളതാണ്, അതിപ്പോൾ എടുത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ് എന്നാണ് അല്ലേ. ഈ മണിശങ്കർ അയ്യർ അദ്ദേഹത്തിന് പലപ്പോഴും ഇത്തരം അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും എടുത്ത് വലിയ ആയുധമായി BJP ഉപയോഗിക്കാറുണ്ട്. 2019 സമാനമായൊരു വിഷയം ഉണ്ടായി. ഇദ്ദേഹം പ്രധാനമന്ത്രി നീച്ച് ആത്മി എന്ന് അഭിസംബോധന ചെയ്തു. അത് വലിയ ഇതുണ്ടാക്കി. അപ്പോൾ നീച്ച് ആത്മീ എന്ന് പറഞ്ഞാൽ വളരെ അധകൃതൻ എന്ന തരത്തിലൊക്കെ. അപ്പോൾ ഇത് പ്രധാനമന്ത്രിയുടെ ജാതിയെ പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹിക സ്റ്റാറ്റസിനെ പറ്റി അദ്ദേഹം കളിയാക്കി എന്നൊക്കെയുള്ള ഒരു പ്രയോഗം വരികയും അത് ഇന്ത്യയിൽ ഒരു വിപരീതമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് അന്ന് ഭയക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ സുർജേവാലയൊക്കെ, രൺദീപ് സിംഗ് സുർജേവാലയെ പോലുള്ളവരൊക്കെ വന്ന് അന്ന് മണിശങ്കർ അയ്യർ മണിശങ്കർ അയ്യർ പറഞ്ഞ കാര്യം തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അന്ന് തിരുത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് നടപടിയും നേരിട്ടു. ഒപ്പീനിയൻ പീസ് എന്ന ഒരു ലേഖനം അദ്ദേഹം ഈ റൈസിംഗ് കശ്മീർ എന്ന മാസികയിൽ എഴുതിയപ്പോഴാണ്, അത് പ്രിൻ്റ് എന്ന് പറയുന്ന ഈ പത്രം അത് വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചപ്പോഴാണ് ആ തർക്കം അന്ന് വന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ മണിശങ്കറിൻ്റെ അയ്യരുടെ ഈ ഒരു പ്രയോഗം പല ഘട്ടങ്ങളിലും കോൺഗ്രസിനെ ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട്. ഏതായാലും ഇത്തവണ മണിശങ്കർ അയ്യരുടെ ഈ പ്രസ്താവനയെയും കോൺഗ്രസ് അതിനോട് വലിയ ഒരു അടുപ്പം കാണിച്ചിട്ടില്ല. ഇത്തവണയും അത് ഞങ്ങളുമായി ബന്ധമില്ല എന്നാണ് പവൻ ഖേര പറഞ്ഞത്. അത് മണിശങ്കർ അയ്യർ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചതല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു തിരിക്കുന്നയാൾ എന്ന രീതിയിൽ നടത്തിയ ഒരു പ്രതികരണവുമല്ല. അത് ഈ ചിൽപിൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഇതിനു വേണ്ടി അഭിപ്രായം മാത്രമാണ്
എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏതായാലും BJPക്ക് ഒരു പ്രചരണ ആയുധം ലഭിച്ചു എന്നുള്ളതാണ് ഇത് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അലയടിക്കാവുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ സ്വാധീനം ചെലുത്താവുന്ന പാകിസ്ഥാൻ പ്രേമം എന്നൊക്കെ പറയുന്നത് വോട്ടർമാർക്കിടയിൽ അത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടതാണ്. BJP പല തരത്തിലും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയുധമാക്കിയിട്ടുണ്ട് കോൺഗ്രസിനെതിരെ. അത് എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും മണിശങ്കർ അയ്യർ ഇങ്ങനെ പ്രതികൂലമായ ഒരു വർത്തമാനവുമായി വരുന്നു എന്നതും കോൺഗ്രസിനെ ഇതാക്കുന്നു. മാത്രമല്ല ദേശ സുരക്ഷ എന്നത് BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന ഒരു വലിയ വിഷയമാണ്. പ്രധാനമന്ത്രി നമുക്ക് ന്യൂസ് 18 തന്ന അഭിമുഖത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത്, രാജ്നാഥ് സിംഗ് ഒക്കെ പറഞ്ഞത്, ഈ പാകിസ്ഥാനോട് അവർക്ക് നമ്മുടെ കരുത്ത് ബോധ്യപ്പെട്ടു. രാജ്നാഥ് സിംഗ് നമുക്ക് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോൾ പഴയ ഇന്ത്യയല്ല, വീട്ടിൽ കയറി തിരിച്ചടിക്കാൻ കഴിയുമെന്നാണ്. ഇത് പ്രധാനമന്ത്രി ഇന്ത്യയെ എതിർക്കുന്ന തീവ്രവാദ ശക്തികളെയൊക്കെ വീട്ടിൽ കയറി തിരിച്ചടിക്കാൻ കഴിയുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. പിന്നെ പ്രധാനമന്ത്രി അത് പല യോഗങ്ങളിലും എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാനോട് നമ്മൾ അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ BJP സ്വയം അവതരിപ്പിക്കുമ്പോൾ പാകിസ്ഥാനെ അനുകൂലിക്കുന്നൊരു പ്രയോഗം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത ദോഷം ചെയ്യും എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മണിശങ്കർ അയ്യരുടെ ആ പ്രസ്താവനയും ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്തു. അത് കോൺഗ്രസിൻ്റെയും BJPയുടെയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവും വന്നത് നമ്മൾ കണ്ടതാണ്. നമുക്കിനിയും പോകേണ്ട തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ചിത്രം, അത് നമ്മൾ ഇന്ന് എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. മനു, ആന്ധ്രയിൽ നമുക്കറിയാം നേർക്കുനേർ ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും തമ്മിലുള്ള ഒരു പോരാട്ടം, അത്തരത്തിലൊരു കളം ഒരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അതാണ് എങ്കിൽ പോലും ഇത്തവണ അതിന് കുറച്ചുകൂടി വാശിയും വീറുമുണ്ട്. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 96 മണ്ഡലങ്ങൾ ജനവിധി തേടുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് പരസ്യ പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ് പാർട്ടികൾ ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും നേർക്കുനേർ കൊമ്പ് കോർക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസും BJPയും പ്രചരണത്തിൽ സജീവമാണ്. BJPയുമായി ചന്ദ്രബാബു നായിഡുവിന് അലയൻസ് ഉണ്ട്. പവൻ കുമാർ കല്യാണിൻ്റെ പാർട്ടിയും BJPയും ചന്ദ്രബാബു നായിഡുവും ചേർന്നാണ് ഇത്തവണ പോരാട്ടത്തിൽ രംഗത്തുള്ളത്. ജഗനാകട്ടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന, YSR കോൺഗ്രസ് എന്ന് രൂപീകരിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. മനു, 2014 ജഗൻമോഹൻ റെഡ്ഡി, അതായത് വന്നപ്പോൾ തന്നെ ഏതാണ്ട് 10-70 സീറ്റുകളോളം നേടി വരവറിയിച്ച ഒരു ജഗൻമോഹൻ റെഡ്ഡി അന്നുണ്ടായിരുന്നു അല്ലേ? അത് അച്ഛൻ്റെ ഒരു തണലിൽ, അല്ലെങ്കിൽ YSR തെളിച്ചിട്ട പാതയിൽ, അല്ലെങ്കിൽ YSR വിതച്ചത് ജഗൻ കൊയ്തു എന്ന് വേണമെങ്കിൽ പറയാം 2014-ലും 2019-ലും മറ്റും. പക്ഷേ ഇത്തവണ ജഗൻ 2024 ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി പാകം വന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ അനുഭവം കൊണ്ട്, പരിചയസമ്പത്ത് കൊണ്ട് ആന്ധ്രയിൽ നിരവധി ക്ഷേമ പദ്ധതികൾ നയിച്ച ഒരു നേതാവ് എന്നുള്ള കെയർഓഫ് കൂടിയുണ്ട്. അതെ, ഈ YSR നമുക്കറിയാലോ, പണ്ട് ഈ പദയാത്രകൾ, ഏറ്റവും വലിയൊരു പദയാത്ര YSR അന്ന് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ആ പദയാത്ര ഗ്രാമങ്ങളിലേക്ക് പോയി, അദ്ദേഹം നടന്നു തന്നെയാണ് പോയത് പലയിടങ്ങളിലും. അവിടെ ചെന്നു ആളുകളെ കണ്ടു. അങ്ങനെ ഒരു വലിയ ഒരു ആന്ധ്ര ക്രൗഡിനെ അദ്ദേഹം തൻ്റെ ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2019-ൽ ഈ YSR കോൺഗ്രസിന് 175 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ ലോക്സഭയ്ക്കൊപ്പം. അപ്പോൾ 175 സീറ്റുകളിൽ 151 സീറ്റുകളാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അതായത് ഏതാണ്ട് 49.95% വോട്ടുകൾ 2019 നേടി. 159 സീറ്റുകളിൽ 151 സീറ്റുകൾ ജയിക്കുകയും ചെയ്തു. 175-ലാണെന്ന് ഓർക്കണം. അതെ, TDPക്ക് ആകെ 23 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അവരുടെ വോട്ട് ഷെയർ താഴേക്ക് പോയി, 39.17% താഴേക്ക് പോകുകയും. പക്ഷേ അപ്പോഴും 39% ഉണ്ടായിരുന്നു 2019 അല്ലേ? അവിടെയാണെന്ന് തോന്നുന്നു ഇത്തവണ BJPയുടെ പ്രതീക്ഷ. അതെ, ഈ 2 പേരും കൂടി ചേരുകയും ജനസേന പാർട്ടിയും കൂടി വരുമ്പോൾ അത് ഒരു ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നതാണ്. പക്ഷേ ജനസേന പാർട്ടിക്ക് നമുക്കറിയാം കഴിഞ്ഞ തവണ ഒരു സീറ്റ് കിട്ടി, 5.53% വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് അവരുടെ ആകെയുള്ളൊരു പെർഫോമൻസ്. പക്ഷേ അവിടെ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് വല്ലാതെ പുറകോട്ട് പോയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അവിടെ 1.7% വോട്ടൊക്കെയാണ് ആകെ കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. ആ സാഹചര്യം മാറേണ്ടിയിരിക്കുന്നു. ഇപ്പം ഈ ജഗന്റെ സഹോദരി തന്നെ ഈ സ്ഥാനം, സഹോദരിയും അമ്മയും കോൺഗ്രസിനൊപ്പം അവരിപ്പോൾ വലിയ അവിടുത്തെ ക്രൗഡ് പുള്ളേഴ്സാണ് 2 പേരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തവണ ഈ ഷർമിളയും അവരൊക്കെ കോൺഗ്രസിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായതൊരു അവിടെ നിന്ന് വരുന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് 1.7-ൽ നിന്ന് അത് ഒരു 4-5-6% ഒക്കെ ആയി ഉയരാൻ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിന് കഴിയും എന്നതാണ്
അവരൊരു പ്രതീക്ഷ വയ്ക്കുന്നത്. അപ്പോൾ ത്രികോണ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും മാത്രമല്ല, കാരണം കോൺഗ്രസിൻ്റെ മുന്നണി CPM ഉൾപ്പെടുന്ന മുന്നണി ഒരു ഭാഗത്ത്, BJP ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചന്ദ്രബാബു നായിഡു ടീം ഒരു ഭാഗത്ത്, മറുവശത്ത് ജഗൻ, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടോ? അതോ നേരിട്ടുള്ള പോരാട്ടം? കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും അവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ 3 പേരുള്ള സാഹചര്യത്തിൽ ത്രികോണം എന്ന് പറയാം. എങ്കിലും സ്വാഭാവികമായി അതൊരു നേരിട്ടുള്ള ഫൈറ്റ് അവർ തമ്മിൽ തന്നെയാണ് നടക്കുന്നത്. ലോക്സഭയിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയും 25-ൽ 22 കഴിഞ്ഞ തവണ YSRന് മുന്നേറ്റം കുറിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 50% വോട്ടുകൾ, എന്ന് വെച്ചാൽ 49.89 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50% വോട്ട് അവരവിടെ നേടി. TDPക്ക് 3 ഇടത്തെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് 40% വോട്ടുകളോടുകൂടിയാണ് അവർ ആ ഒരു നേട്ടം കൈവരിച്ചത്. പക്ഷേ ഇത്തവണ ജഗൻ ഇവിടെ ഇസ് ബാർ 400 പാർ എന്നൊക്കെ നരേന്ദ്രമോദി പറയുന്ന പോലെ ജഗൻ മോഹൻ അവിടെ എന്തുകൊണ്ട് 175-ലും ഇത്തവണ ജയിച്ചുകൂടാ എന്നൊക്കെയുള്ളൊരു ഒരു പ്രയോഗമൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ ഗ്രാമീണ ജനതയ്ക്കിടയിൽ ചെറിയൊരു മേൽക്കൈ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പല പദ്ധതികൾ, പ്രത്യേകിച്ച് ഈ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വെൽഫെയർ സ്കീംസ് വളരെ വ്യാപകമായി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ഈ അമ്മ ഓടി എന്ന് പറയുന്ന അമ്മമാർക്ക് നൽകുന്ന, കുട്ടികളെ സ്കൂളിൽ അയക്കാനും മറ്റുമൊക്കെയായി നൽകുന്ന ഒരു 15,000 രൂപയുടെ ഒരു ഫണ്ടുണ്ട്. അതുപോലെ ഈ YSR ചെയ്ത എന്ന് പറഞ്ഞിട്ട് ഈ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് നൽകുന്ന ഒരു 75,000 രൂപ വെച്ച് നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. അതൊക്കെ അഴിമതി ആരോപണങ്ങളുണ്ട്. അഴിമതി ആരോപണങ്ങളുണ്ട്. ചന്ദ്രബാബു നായിഡുവിനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിഞ്ഞത് ഈ അമരാവതിയുമായി ബന്ധപ്പെട്ട, തലസ്ഥാനവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും അത് ജയിലിൽ കിടക്കേണ്ട സാഹചര്യമൊക്കെ ചന്ദ്രബാബു നായിഡുവിന് വന്ന പശ്ചാത്തലവുമൊക്കെ നമ്മൾ കണ്ടതാണ്. BJPയുമായി 2014 പിണങ്ങുന്നു, അതിനുശേഷം BJPയോട് കൂട്ടുകൂടുന്നു. അങ്ങനെ ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്നവരും അത്ര ഈ പറഞ്ഞ പോലെ അഴിമതിയുടെ കറ പുലരാത്തതല്ല. അതെ, ഏതായാലും പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടുത്തെ മത്സരത്തിൻ്റെ ഒരു ചിത്രം നോക്കിയാലും ഈ അസംബ്ലിയിലാണെങ്കിൽ 144 സീറ്റുകളിൽ മത്സരിക്കുന്നത് TDPയാണ്. BJPക്ക് അവിടെ ആകെ 10 സീറ്റേ ഉള്ളൂ. BJP വളരെ ചെറിയ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം റാലിയിൽ സംസാരിച്ചത് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ 400 എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടാക്കണമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടായേ പറ്റുള്ളൂ. അതിന് ആണ് ഈ തെലുങ്കാന, ആന്ധ്ര, കർണാടക, കേരള, തമിഴ്നാടൊക്കെ ഫോക്കസ് ചെയ്ത് ഓപ്പറേഷൻ സൗത്ത് എന്ന തരത്തിൽ തന്നെ ഒരു ഇതുണ്ടാക്കിയത്. പക്ഷേ സ്വാഭാവികമായ ഒരു 10 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. ഈ അസംബ്ലിയിലേക്ക് പവന് കൂടുതൽ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്, 21 സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ അവർക്ക് 2 സീറ്റ് മാത്രമേ പിന്നെ ജനസേന പാർട്ടിക്ക് കൊടുത്തിട്ടുള്ളൂ. അതേസമയം അപ്പോഴും TDP തന്നെയാണ് അവിടെ 17 സീറ്റുകളിൽ മത്സരിക്കുന്നത്. BJP 6 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ BJP TDPയുടെ ഒരു വിജയം വലിയ തോതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ വലിയ ആരോപണങ്ങളും നേരിടുന്നു. കാരണം ഈ ക്ഷേമ പദ്ധതികൾ ഉണ്ടെങ്കിലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും അവിടെ ഈ വലിയ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ ജഗൻമോഹന് കഴിഞ്ഞിട്ടില്ല. അമരാവതി തലസ്ഥാനമാക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്ന ആൾ കൂടിയാണെന്ന് തോന്നുന്നു ജഗൻ. പക്ഷെ അതുമെങ്ങും എത്തിയില്ല. അവിടെ കർഷകരടക്കം വലിയ സമരരംഗത്താണ്. കാരണം ഏക്കർ കണക്കിന് പാടം ഏറ്റെടുത്ത് ഇതിനുള്ള ആക്ട്, അതൊരു വലിയ ഒരു തർക്ക വിഷയമാണ്. അത് ഭൂമി പിടിച്ചെടുക്കാനുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു. പിന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ 3 തലസ്ഥാനങ്ങൾ, അമരാവതി എന്ന് പറയുന്നത് ഒരു ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാക്കും, ഒപ്പം വിശാഖപട്ടണം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലാക്കും, കർണൂൽ ഒരു ജുഡീഷ്യൽ ക്യാപിറ്റലാക്കും എന്നൊക്കെ ആയിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഇത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ ആയില്ല എന്നുള്ളൊരു ഇതുണ്ട്. മാത്രമല്ല ഇപ്പോൾ ആന്ധ്രാപ്രദേശ് നമ്മൾ ഈ സാങ്കേതിക വിദ്യ, ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ വലിയ തോതിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായി വരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിട്ടു പോകുന്ന യുവാക്കളിൽ വലിയൊരു ഭൂരിപക്ഷം ആന്ധ്രാപ്രദേശുകാരാണ്. അല്ല, ആന്ധ്ര ഒരു ഇലക്ട്രോണിക് ഹബ്ബായിരുന്നു. ചന്ദ്രബാബു നായിഡുവിന്റെ പേര് തന്നെ അല്ലേ അന്ന് ആദ്യ സമയത്ത് ചന്ദ്രബാബു നായിഡുവിനെ ഇന്ത്യ മൊത്തം അറിയപ്പെട്ടത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനെ അടക്കം ക്ഷണിച്ചുകൊണ്ടുവരുന്ന ബിൽ ക്ലിന്റനൊക്കെ വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെയൊക്കെ മാധ്യമ സമയം ആദ്യകാലത്ത് അതായത് അദ്ദേഹം ഇലക്ട്രോണിക് ഹബ്ബാക്കുന്ന ഒരു വലിയ ഇലക്ട്രോണിക് രംഗത്ത്, ഈ IT രംഗത്ത് വലിയ വികസനം കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതെ, അപ്പോൾ അങ്ങനെ ആ ഒരു അതായത് ഒരു എഡ്യൂക്കേറ്റഡ് എമർജിങ് യൂത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ വലിയ തോതിൽ ജഗന് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരുടെയൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ഫ്രീ ബീസിൻ്റെ ഒരു കാര്യങ്ങൾ കൂടുതൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു. ഏതായാലും അദ്ദേഹത്തിനെതിരെ വ്യാപകമായ വ്യാജ പ്രചരണം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ചന്ദ്രബാബു നായിഡുവിനും അദ്ദേഹത്തിൻ്റെ മകൻ ലോകേഷ് നായിഡുവിനും എതിരെയൊക്കെ ഒരു ഇത് നടത്തിയിട്ടുണ്ട്, ഒരു പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്. ഏതായാലും പക്ഷേ ഈ ജഗൻ ഒരു വലിയ ശക്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ ഗോദാവരി ബെൽറ്റിൽ, ഈസ്റ്റ് വെസ്റ്റ് ഗോദാവരിയിൽ
അദ്ദേഹത്തിന് ഒരു ശക്തമായ സ്വാധീനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നു. ഗോദാവരി ബെൽറ്റ് എന്ന് പറയുന്ന ഒരു 39 സീറ്റുകൾ വരുന്നൊരു അസംബ്ലി സീറ്റ് വരുന്നൊരിടമാണ്. അവിടെ 27 ഇടത്ത് ജയിക്കാൻ ജഗന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ ഈ കാപ്പു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, അവർ ഈ കൃഷ്ണ, ഗുണ്ടൂർ, നെല്ലൂർ, പ്രകാശം തുടങ്ങിയ ആ മണ്ഡലങ്ങളിലൊക്കെ നല്ല സ്വാധീനമുള്ള ആളുകളാണ്. അവരൊക്കെ കഴിഞ്ഞ തവണ ഈ ജഗനൊപ്പം നിന്നവരാണ്. അപ്പോൾ ഈ പവൻ കല്യാൺ ഇപ്പോൾ ഇങ്ങോട്ട് മാറുമ്പോൾ അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു കാപ്പു കമ്മ്യൂണിറ്റി. ഇവിടെ BJPയുടെ നേരത്തെ മനു പറഞ്ഞതുപോലെ BJPക്ക് ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ വേണം. പക്ഷേ അപ്പോഴും ഒട്ടും ഒരു ഫോഴ്സ് അല്ല BJP ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ഈ ചന്ദ്രബാബു നായിഡുവിനെയും പവൻ കല്യാണിനെ കൂട്ടുപിടിച്ച് എന്ത് നേട്ടമുണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP എന്നത് ചോദ്യമുണ്ട്. അവിടെ അവർക്ക് എത്ര സീറ്റ് ചെറിയ സീറ്റിൽ വിജയിച്ചാലും അതൊരു വലിയ നേട്ടമായി തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ തെലങ്കാനയിലും അവർക്ക് ചെറിയൊരു നേട്ടം അവർ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും അതുപോലെ ഒരു സമാനമായൊരു നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം TDPയിൽ വലിയൊരു അവർക്കൊരു വിശ്വാസം ഉണ്ട്. മാത്രമല്ല ഈ ഇപ്പം നമ്മൾ റായൽസീമ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ കടപ്പ ഡിസ്ട്രിക്റ്റൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ നേരത്തെ ഈ ജഗന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ കുറേയൊക്കെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആധിപത്യം വരും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവിടെ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വലിയ ആരോപണം വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനാണ് ഇത്തവണ സീറ്റ് കൊടുത്തിരിക്കുന്നത്, അവിനാഷ് റെഡ്ഡി എന്ന് പറഞ്ഞു. ഈ അവിനാഷ് റെഡ്ഡി ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വിവേകാനന്ദ റെഡ്ഡി എന്ന് പറഞ്ഞ ഒരാൾ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അതിന് പുറകിൽ ഈ ആളാണ് എന്നൊക്കെയുള്ളൊരു ആരോപണങ്ങളുണ്ട്. ഏതായാലും ഇദ്ദേഹം 2 തവണ കടപ്പയിൽ നിന്ന് MP ആയിട്ടുള്ള ആളാണ് ഈ അവിനാഷ് റെഡ്ഡി. അപ്പോൾ അവർക്ക് ആ സീറ്റ് കൊടുത്തത് ഒരു വിഷയമായി അവിടെ നിൽക്കുന്നു. റായൽസീമയിലും കഴിഞ്ഞ തവണ 52 സീറ്റുകളുള്ളതിൽ 49 എണ്ണവും അവിടെ നിന്ന് എടുക്കാൻ ഈ YSR കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നു. അത് ഇത്തവണ എന്ത് സംഭവിക്കും? മാത്രമല്ല പിന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഷർമിളയും അവരുടെ അമ്മ വിജയമ്മയും, അതെ, ഇവർ രണ്ടുപേരും മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 അതായത് YSR-ന്റെ ഒരു വലിയൊരു കൾട്ടിൽ നിന്ന് കോൺഗ്രസ് എന്ന പാർട്ടി 1.5% താഴ്ന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ. അവിടെ നിന്ന് വേണം ഈ ശർമിളയ്ക്കടക്കം ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, അല്ലേ? അത് എത്രത്തോളം സാധ്യത? കാരണം ജഗന്റെ ഒരു പ്രഭാവം, അല്ല ജഗന് ആരാണ് YSR-ന്റെ പിൻഗാമി എന്നുള്ളത് എനിക്കൊന്ന് ആന്ധ്ര ജനങ്ങൾ തീരുമാനിച്ചിരിക്കുക ജഗൻമോഹൻ റെഡ്ഡിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നിന്ന് അതിനപ്പുറത്ത് എന്ത് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതല്ലേ ശർമിളയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം. മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. പാർട്ടിക്ക് ഒട്ടും അടിത്തറയില്ല. ഇപ്പോൾ കർണാടകയിൽ DK ശിവകുമാർ ഇതിനെ കൊണ്ടുവന്ന് വീണ്ടും കരുത്ത് ആർജിച്ചതുപോലെ, പക്ഷേ അവിടെ ഒരു ബേസ് ഉണ്ടായിരുന്നു. ഇവിടെ അതുപോലും നഷ്ടമായിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അവിടുന്ന് വരുന്ന വിവരങ്ങൾ ഇവർക്ക് ഒരു വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ഈ ഷർമിളയ്ക്കും അവരുടെ അമ്മ വിജയമ്മയ്ക്കും ഒക്കെ കഴിയുന്നു എന്നുള്ളത് ഒരു ഇതായിട്ട് അവിടുന്ന് വരുന്നുണ്ട്. അത് എത്രമാത്രം ഈ റായൽസീമയിലും ഗുണ്ടൂരിലും അതുപോലെ ഈ ഗോദാവരി ബെൽറ്റിലുമൊക്കെ അത് എത്രമാത്രം പ്രകടമാകും എന്നുള്ളതാണ് അതിൽ വരാനിരിക്കുന്നത്. ഏതായാലും ഈ മാത്രമല്ല ഈ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് മറ്റിടങ്ങൾ പോലെയല്ല, വലിയ സാമ്പത്തിക പിന്നെ സമ്പന്നന്മാരൊക്കെ മത്സരിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ജഗന്റെ ആസ്തി പോലും ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്ര ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ വ്യക്തമാണ്. കാരണം ഏതാണ്ട് 800 കോടി രൂപയ്ക്ക് അടുത്ത് ജഗൻ ആസ്തിയുണ്ട് എന്നാണ് ഈ ഇത്തവണത്തെ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കണക്ക്. അങ്ങനെ ജഗൻമോഹൻ റെഡ്ഡിയും അത്തരത്തിൽ സമ്പാദ്യം അല്ലെങ്കിൽ സാമ്പത്തികമായി ഏറെ ഉയർന്ന നിലയിലാണ്. മറ്റൊന്ന്, അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഈ 4ാം ഘട്ടത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സമ്പന്നൻ ഇത്തവണ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന TDP സ്ഥാനാർത്ഥിയാണ്, പെമ്മസാനി. അദ്ദേഹത്തിന് 5000 കോടി രൂപയുടെ ആസ്തി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4ാം ഘട്ടത്തിൽ മത്സരിക്കുന്ന രണ്ടാമത്തെ ആൾ ഞാൻ നോക്കുമായിരുന്നു, അത് തെലങ്കാനയിൽ നിന്നുള്ള കൊണ്ട വിശ്വേശ്വര റെഡ്ഡിയാണ്. പക്ഷേ 3ാമത്തെ ഒരു സ്ഥാനാർത്ഥി അവിടെ TDP സ്ഥാനാർത്ഥി, 3ാമത്തെ സ്ഥാനാർത്ഥിയും സമ്പന്നൻ അവിടുന്ന് തന്നെയാണ് വരുന്നത്. പിന്നെയാണ് 4ാമതാണ് നമ്മുടെ ബംഗാളിലെ മഹുവ മൊയ്ത്രയ്ക്കെതിരെ കൃഷ്ണനഗറിൽ മത്സരിക്കുന്ന അമൃത റോയ് വരുന്നത്. അപ്പം അങ്ങനെ സമ്പന്നരുടെ ഒരു വലിയ ശതകോടീശ്വരന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. അതോടൊപ്പം വേറെ രസകരമായൊരു സാധനം, ഈ ക്രിമിനലുകൾ കൂടുതലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അല്ലെങ്കിൽ ക്രിമിനലുകൾ നമുക്ക് അവരെ വിളിക്കാമോ എന്നറിയില്ല, ക്രിമിനൽ കേസിൽ പ്രതികളുള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നത് ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. എന്നുവെച്ചാൽ
ഈ മൊത്തം ആന്ധ്രാപ്രദേശിൽ 104 അസംബ്ലികളിൽ റെഡ് അലേർട്ട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് 175-ൽ 104 റെഡ് അലേർട്ട് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് വെച്ചാൽ 3 സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസ് പ്രതികളാകുമ്പോഴാണ് അങ്ങനെ ഒരു അലേർട്ട് എന്ന നിലയിൽ മണ്ഡലത്തിനെ കാണുന്നത്. അങ്ങനെ 175-ൽ 104 3-ലധികം ക്രിമിനൽ കേസ് പ്രതികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ് എന്നുള്ളത് ഒരു അതും ഈ രാഷ്ട്രീയത്തിലെ ഈ നമ്മളെന്താ പറയുക അതിൻ്റെ ഒരു കൗതുകകരമായ ചില തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ്. മറ്റൊന്ന് മനു, ഈ YSR കുടുംബത്തിലെ വിള്ളൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അല്ലേ? YSR ജഗൻമോഹൻ റെഡ്ഡി ഒരു ഭാഗത്ത്, അമ്മയും പെങ്ങളും മറ്റൊരു ഭാഗത്ത്, സഹോദരിയും മറ്റൊരു ഭാഗത്ത്. അത് ഒരുപക്ഷെ മുതലെടുക്കാനാകുമോ ചന്ദ്രബാബു നായിഡുവിന് എന്നുള്ളതും പ്രധാനമാണല്ലോ. YSR കുടുംബത്തിനെ സ്നേഹിക്കുന്ന, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ വോട്ടുകൾ സ്പ്ലിറ്റായി പോകുന്നൊരു പശ്ചാത്തലം ഒരുങ്ങിയാൽ അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് BJPയെയും ചന്ദ്രബാബു നായിഡുവിനെ ആയിരിക്കും. അതെ, അത് ഇതിലിപ്പോൾ ജഗൻ ഏറ്റവും ഒടുവിൽ ചെയ്തിട്ടുള്ളൊരു നീക്കം, അദ്ദേഹം ഒരു 14,000 കോടി അധികം രൂപ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി നൽകുന്ന തുകയുണ്ടല്ലോ, അത് ജനങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് അദ്ദേഹം ഈ അടുത്ത് ശ്രമിക്കുകയും അതിനെ മറ്റുള്ളവരെല്ലാം ചെന്ന് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മോറൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത് അനുവദിക്കാൻ ആകില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുകയും അത് തടയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇവർ ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ ജനങ്ങൾക്ക് കിട്ടേണ്ട പൈസ തെരഞ്ഞെടുപ്പിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ളവർ തടഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ ജഗൻമോഹൻ്റെ ഒരു 6 സുപ്രധാന പദ്ധതികളുണ്ട്. ആസര സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയുണ്ട്. അതിലിപ്പോൾ ഈ തവണ കൊടുക്കേണ്ടത് 6,394 കോടി രൂപ ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട ഒരു സമയം അത് തടഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഈ YSRൻ്റെ ഒരു ഷാദി തോഫ എന്ന് പറഞ്ഞ YSRൻ്റെ ഒരു ഓർമ്മയിൽ കല്യാൺ മസ്തു എന്ന് പറഞ്ഞിട്ട് ഈ വിവാഹം കഴിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു പരിപാടി, അതൊരു 78 കോടി രൂപയോളം ഇത്തരം ഡയറക്റ്റായിട്ട് ആളുകളിലേക്ക് കിട്ടേണ്ടത് ആ ഒരു 6 സ്കീമുകളിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ ഈ ജഗണ്ണ വിദ്യാദീവന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. ഫാർമേഴ്സ് ഇൻപുട്ട് സബ്സിഡി എന്ന് പറയുന്നത് 1,294 കോടി രൂപ അത് ആളുകൾക്ക് നൽകേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ YSR ചെയ്ത എന്ന് പറഞ്ഞിട്ട് ഈ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഉള്ള പദ്ധതികൾ. അപ്പോൾ ഇതൊക്കെ ഇതിനു വേണ്ടിയൊക്കെയുള്ള ഫണ്ട് കഴിഞ്ഞ ജനുവരി 23 മുതൽ മാർച്ച് വരെയുള്ള ആ ഫണ്ടുകൾ ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് അവിടെ നടത്തിയത്. അപ്പോൾ അതിനെതിരെ അത് അങ്ങനെ വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഒരു ലംഘനമാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ അതിനെതിരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ സുപ്രധാന വിഷയങ്ങളാകും. വലിയ ഏതായാലും 159 സീറ്റുകൾ 159 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. CPM-നും CPI-ക്കും CPM-ഉം CPI-യും കോൺഗ്രസും ഒക്കെ അലയൻസായി മത്സരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രഭാവം അവിടെയുണ്ട്. അതേസമയം ലോക്സഭയിലേക്ക് എത്തുമ്പോൾ 17 സീറ്റുകളിൽ TDP മത്സരിക്കുന്നു. BJPക്ക് 6 സീറ്റുകൾ, ജനസേനയ്ക്ക് സീറ്റുകൾ നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് 23 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ എന്നുള്ളതാണ്. നമുക്കറിയാം 2014 70 സീറ്റോടു കൂടിയാണ് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിൽ വരവറിയിക്കുന്നത്. പിന്നീട് 2019 151 സീറ്റുകളിലേക്ക് ഉയരുന്നു. പക്ഷേ കിരൺ, ഈ മനു, ഈ ജഗൻമോഹൻ റെഡ്ഡി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം BJPയുമായി അല്ലെങ്കിൽ NDA സർക്കാരുമായി പല അവസരങ്ങളിലും ചേർന്ന് നിന്ന ഒരാൾ കൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പലപ്പോഴും. അങ്ങനെ ഈ കേസുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് ചന്ദ്രബാബു നായിഡുവായി ആന്ധ്രാപ്രദേശിൽ BJP സഖ്യം ഉപേക്ഷിച്ച ശേഷം ജഗനായിരുന്നു അവരുടെ ഏതാണ്ട് അല്ലേ കൂടെ നിന്ന ആൾ. മാത്രമല്ല പല ബില്ലുകളിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴും അവരുടെ പിന്തുണയൊക്കെ മോദി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മോദി ഇടയ്ക്ക് പറയുന്നത് പാർലമെൻറ്റിൽ ഇപ്പോൾ തന്നെ 400-ലധികം ആളുകൾ എന്നെ പിന്തുണയ്ക്കുന്നവരുണ്ട് എന്ന്, ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർ ഉണ്ട് എന്നൊക്കെയുള്ളൊരു ചെറിയ പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. മാത്രമല്ല അവിടെ അങ്ങനെ വലിയൊരു BJP ഫീലിംഗ് ഒന്നും അവർക്കില്ല. മാത്രമല്ല ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ പ്രോജക്ട്സ് കിട്ടുക, കൂടുതൽ പിന്നെ എന്താ പറയുക ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുക, അതുപോലെ ഈ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, അതിലൊക്കെയാണ് കൂടുതൽ ത്രസ്റ്റ്. മറ്റല്ലാതെ ഒരു BJP വിരുദ്ധ നിലപാട് എന്നുള്ളതില്ല. പക്ഷേ അവിടെ ഇത്തവണ BJP ഉയർത്തുന്ന ഒരു കാർഡുണ്ട്. അത് ആന്ധ്രയിൽ മാത്രമല്ല, തെലുങ്കാനയിലും കർണാടകയിലും ഒക്കെ. അതിലൊന്ന് ഈ മുസ്ലിം സംവരണമാണ്. മുസ്ലിം സംവരണം അവർ ആദ്യം ആന്ധ്രാപ്രദേശിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിനെ BJP ശക്തമായി കോൺഗ്രസിനെതിരെ അവർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ ഇനി ഈ തെലുങ്കാനയിലും അവർ കോൺഗ്രസ് വന്നാൽ അത്
ഇങ്ങനെ ഒരു മുസ്ലിം അനുകൂല നിലപാടുണ്ടാകും എന്നത്. അപ്പോൾ ബി ജെ പിക്ക് അത് എങ്ങനെ ഫേവർ ചെയ്യും? മെജോറിറ്റി വോട്ട്സിൻ്റെ ഒരു കൺസോൾട്ടേഷൻ അനുകൂലമായി വരുമെന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസ്സിന് ഇപ്പോൾ നേരത്തെ ഇവിടെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ തെലുങ്കാനയിൽ നേടിയ ഒരു വലിയ വിജയം, അത് ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത സംസ്ഥാനത്തിലൊരു വിജയം നേടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിഫലനങ്ങൾ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അല്ലേ, അദ്ദേഹമൊക്കെയാണ് അവിടെ പ്രചരണത്തിന് വലിയ നേതൃത്വം നൽകിയിരുന്നു. അപ്പോൾ അവിടെ കോൺഗ്രസ്സിന് അങ്ങനെ വലിയൊരു തോതിൽ തിരിച്ചു വരാൻ കഴിയുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാകുന്നത് കോൺഗ്രസ്സിൽ ഒരു ആത്മവിശ്വാസത്തിനൊക്കെ ഇതുണ്ടാകും. പക്ഷേ ഈ 1.9 വേണം മുകളിലേക്ക് അവിടുന്ന് എത്തി മുകളിലേക്ക് വരാനുള്ളൊരു പ്രയാസം, അത് ഒരു വലിയൊരു ഘടകമാണ്. അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത്. പക്ഷേ മറുവശത്ത് ബി ജെ പിക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമുണ്ട്. ആന്ധ്രാപ്രദേശിൽ വളരെ കൃത്യമായി തന്നെ ഇത്തവണ കഴിഞ്ഞ തവണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടി ഡി പിക്ക് സീറ്റെണ്ണം വളരെ കുറവായിരുന്നുവെങ്കിൽ പോലും 39% വോട്ടുകൾ അവിടെ നേടി എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം 49%, 50%-ഓളം വോട്ടുകൾ YSR കോൺഗ്രസ് നേടുന്ന സ്ഥലത്ത് സീറ്റെണ്ണത്തിൽ കുറവാണെങ്കിലും വോട്ട്, അതായത് ബേസ് വോട്ടുകൾക്ക് യാതൊരു ക്ഷയവും ഉണ്ടായില്ല എന്നത് വളരെ പ്രധാനമാണ് കഴിഞ്ഞ. അവിടെ നിന്ന് വേണം ടി ഡി പിക്ക് ബി ജെ പിക്കും പവൻ ജനസേനയുമായി ബന്ധപ്പെട്ട് ജനസേനയുമായി ചേർന്ന് ഒരു വലിയ വിജയത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളത്. ഈ അധികാരത്തിൽ നിന്ന് ജഗനെ പുറത്താക്കുക എന്നുള്ളത് അത്ര എളുപ്പം ഇത്തവണയും ചന്ദ്രബാബു നായിഡുവിന് സുഖമായിരിക്കില്ല. പക്ഷേ ലോക്സഭാ സീറ്റുകളിലെങ്കിലും അവർ ഒരു വർധനവ് പ്രതീക്ഷിക്കുന്നു. അപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ചന്ദ്രബാബു നായിഡു ഒരു അത്തരത്തിൽ തൻ്റെ ഒരു പ്രാതിനിധ്യം തെളിയിക്കാനും ഒക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട അവസരമാണെന്ന് തോന്നുന്നത്. അതെ, ചന്ദ്രബാബു നായിഡുവിന് ആന്ധ്രാപ്രദേശിൽ ഒരു അടിസ്ഥാനപരമായ ഒരു വോട്ട് ബേസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ബാക്കിയുള്ള ചില സപ്പോർട്ടുകൾ കൂടി ബി ജെ പിയിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും അതൊക്കെ കൂടി ചേരുമ്പോൾ അദ്ദേഹത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രധാന ഫാക്ടറുണ്ട്. പക്ഷേ അവിടുത്തെ ഈ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആർക്കൊപ്പം അല്ല, അതാണ് ക്ഷമിക്കണം മനു, ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് 50% OBC, അതായത് പിന്നോക്ക വിഭാഗക്കാരുള്ള ഒരു സംസ്ഥാനമാണ് അല്ലേ. പക്ഷെ അവിടെ ഇതുവരെ ഭരിച്ചവരെല്ലാം മുന്നോക്കക്കാരാണ് എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. ഈ പിന്നോക്കക്കാർ ഇവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതും, കാരണം ഇത്തവണ കൂടുതൽ സീറ്റുകൾ പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാരിക്കോരി നൽകിയതിന് പ്രത്യേകത കൂടിയുണ്ട് അല്ലേ. അതെ, പക്ഷേ ബേസിക്കലി ഈ ആന്ധ്രാപ്രദേശ് നമ്മുടെ ഒരു റെഡ്ഡി, അവരുടെ ഒരു വലിയൊരു റെഡ്ഡി വിഭാഗത്തിന് ഒരു വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. അവർക്ക് ലാൻഡ് ഓണിങ് കമ്മ്യൂണിറ്റി അവരാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അവരെ നേതാക്കളായി വയ്ക്കുന്നു. ഇപ്പോൾ കർഷകരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഇവരുടെ കൃഷിയിടങ്ങളിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും റെഡ്ഡി, നായിഡു, ഈ രണ്ട് വിഭാഗങ്ങൾ, അതാണ് ഈ ജഗ്മോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡു. റെഡ്ഡി നായിഡു എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ലാൻഡഡ് ക്ലാസ്സാണ്, ഭൂമി കയ്യിലുള്ള വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു മേൽക്കൈ കൂടുതൽ, അവർക്കൊരു അപ്പീൽ കൂടുതൽ കിട്ടുന്നു എന്നതാണ്. വോട്ടർമാർ കൂടുതലും താഴെത്തട്ടിലുള്ള ആളുകളാണെങ്കിലും ഭൂമിയുള്ള ആളുകളെ അല്ലെങ്കിൽ ലാൻഡഡ് ആളുകൾ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുക, ജാതിക്കനുസരിച്ച് വോട്ട് ചെയ്യുക, ഉയർന്ന കാസ്റ്റിലുള്ള ആൾക്ക് വോട്ട് ചെയ്യുക, ഇതൊക്കെ അവിടുത്തെ ഒരു ഫീച്ചേഴ്സാണ്. പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ നമുക്ക് ഹൈദരാബാദ്, തെലങ്കാനയിൽ ഉണ്ടാക്കിയ മാറ്റം പോലെ തന്നെ ഇപ്പം ഇവിടെ ആ നിലയ്ക്ക് ഈ വിശാഖപട്ടണത്തും ഒക്കെ അമരാവതിയിലും ഒക്കെ ആ നിലയ്ക്കുള്ളൊരു മാറ്റം നമ്മൾ ആളുകൾക്കിടയിൽ എഡ്യൂക്കേഷൻ വർദ്ധിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ കോസ്റ്റൽ ആന്ധ്ര അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ, മത്സ്യബന്ധനം, കൃഷി, അതൊക്കെ വലിയൊരു ഘടകം എന്നാണ്. കൃഷിയിൽ എന്ത് നേട്ടം കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ആളുകൾ എപ്പോഴും നോക്കുന്നുണ്ട്. കാരണം വലിയ കാർഷിക ബേസുള്ളൊരു സ്ഥലമാണ്. അരി, നെല്ല്, മുളക് ഒക്കെ നമ്മുടെ കേരളത്തിലും പ്രശസ്തമാണ് അല്ലേ. ഇവിടെ ഈ അരി ഇല്ലാതിരിക്കുമ്പോൾ അല്ലെ ക്ഷാമം വരുമ്പോൾ ആന്ധ്രയാണ് ആശ്രയിക്കുന്നത്. കൃഷിമന്ത്രിമാരൊക്കെ നേരിട്ട് പോയി അരി എടുത്തുകൊണ്ട് വരുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെ, നമ്മൾ ആന്ധ്രയിൽ ചെന്ന് കഴിഞ്ഞാൽ മില്ല് ലോബികളുണ്ട്. പക്ഷേ ഈ വലിയ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളെ കണ്ടാൽ പക്ഷേ വളരെ ദരിദ്രനെ പോലെ തോന്നുന്നൊരു സാഹചര്യമാണ് ചിലപ്പോൾ. വലിയ കാർഷിക കരുത്തുള്ളൊരു നാടാണ്. മാത്രമല്ല അവർക്ക് അതിനനുസരിച്ച് ഈ പശുപരിപാലനം, അതുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയുമായി അനുബന്ധ കാര്യങ്ങളിലെ നേട്ടങ്ങൾ, ഇതെല്ലാം അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ബാധിക്കും. പിന്നെ ഈ ജഗന് ഒരു ഗുണം, അദ്ദേഹത്തിൻ്റെ ഈ വെൽഫെയർ സ്കീമുകൾ താഴെത്തട്ടിൽ അദ്ദേഹത്തിന് എങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. താഴെത്തട്ടിലുള്ള ഗ്രാമീണ വോട്ട് ബേസ് അദ്ദേഹത്തിനോടൊപ്പം ഇത്തവണ നിൽക്കുകയാണെങ്കിൽ
അതൊരു വിജയമായി വരാൻ സാധ്യതയുണ്ട്. അത് ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും തമ്മിൽ നേരിട്ടുള്ള മത്സരം എന്നുള്ളതാണ്. കോൺഗ്രസ് കളത്തിലുണ്ട് എങ്കിൽ പോലും എത്രത്തോളം കോൺഗ്രസിന് അവിടെ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കും ആന്ധ്ര എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും വോട്ട് പെർസെൻറ്റേജ് കൂട്ടുക എന്നുള്ള ലക്ഷ്യം കോൺഗ്രസ് YSRന്റെ മകളെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. ജഗൻമോഹൻ റെഡ്ഡി കഴിഞ്ഞ നമ്മുടെ 151 സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ച ആളാണ്. അദ്ദേഹത്തെ തറപറ്റിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. BJPയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. പവൻ ജനസേന എന്ന പാർട്ടി, അവിടുത്തെ പവർ സ്റ്റാർ എന്നറിയപ്പെടുന്ന പവൻ കുമാറിന്റെ അല്ലെ ജനസേന പാർട്ടിയുടെ പിന്തുണയുണ്ട്. അവർക്ക് ഏതാണ്ട് 6% വോട്ടുണ്ട്. 5.6% വോട്ടുണ്ട്. അത് ചേരുമ്പോൾ എങ്ങനെ ആന്ധ്ര രാഷ്ട്രീയത്തെ, ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ ഒരു ദിവസം നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ് എന്നതും പ്രത്യേകതയാണ്. നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം അല്ലേ? നാളെ മറ്റൊരു വിഷയവുമായി എത്താം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change. Be the future with Jain deemed to be University, Kochi.